Hi all, CS 208 Principles of Database Design 6th module അതിൽ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്സ് ആൻഡ് നീഡ് ഓഫ് റിക്കവറി എന്ന ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോസിൽ എന്താണ് ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻ്റെ അകത്ത് കൺകറൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കൺകറൻസി കൺട്രോളിൻ്റെ ആവശ്യം എന്താണ്, എന്തൊക്കെ ഇഷ്യൂസാണ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എക്സിക്യൂഷനകത്ത് നടക്കുക എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഈ ഒരു വീഡിയോയിൽ ട്രാൻസാക്ഷൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്, റിക്കവറി എന്നുള്ള ഓപ്പറേഷൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള കൺസെപ്റ്റാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്സ് ആൻഡ് അഡീഷണൽ ഓപ്പറേഷൻസ്. ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു അറ്റോമിക് യൂണിറ്റ് ഓഫ് വർക്കാണ്. എന്താണ് അറ്റോമിക് യൂണിറ്റ് ഓഫ് വർക്ക്? ഒരു ട്രാൻസാക്ഷൻ ആക്ച്വലി കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിനെ നമ്മൾ ആസിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. ആ ആസിഡ് പ്രോപ്പർട്ടീസിന് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആസിഡ് മീൻസ് എ അറ്റോമിസിറ്റി, സി കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. ഇതിൽ അറ്റോമിക് യൂണിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണം, അല്ല എങ്കിൽ ഒരു ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഇതുവരെ നടന്ന ട്രാൻസാക്ഷൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഒന്നുകിൽ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. വിച്ച് മീൻസ് ഓൾ ഓർ നത്തിങ് എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു അറ്റോമിക് യൂണിറ്റ് അല്ലെങ്കിൽ അറ്റോമിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ റിക്കവറി നടത്തണം. ആ ഒരു റിക്കവറി നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ്റെ ഓരോ സ്റ്റേജും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. മീൻസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് കമ്മിറ്റ് ചെയ്യുന്നത്, ഇൻ കേസ് എന്തെങ്കിലും അബോട്ട് ഓപ്പറേഷൻ നടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. സോ ഈ ഒരു ഓപ്പറേഷനൊക്കെ പെർഫോം ചെയ്യുന്നത് റിക്കവറി മാനേജർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ റിക്കവറി മാനേജർ ആയിരിക്കും ഈ കംപ്ലീറ്റ് ട്രാൻസാക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതും ഓരോ സ്റ്റേജസിനെയും നോക്കുന്നതും. സോ ഈ ഒരു ട്രാൻസാക്ഷനെ ഇത് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് താഴെ പറയുന്ന ഈ ഒരു ഓപ്പറേഷൻസൊക്കെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യും. ഒന്നാമത് ബിഗിൻ ട്രാൻസാക്ഷൻ, എപ്പോഴാണ് ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 റീഡ് ഓർ റൈറ്റ്, എന്തൊക്കെ ഈ ട്രാൻസാക്ഷൻ്റെ അകത്ത് എന്തൊക്കെ റീഡ് ഓപ്പറേഷൻസ് എന്തൊക്കെ റൈറ്റ് ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. ദെൻ എൻഡ് ട്രാൻസാക്ഷൻ, കമ്മിറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് റോൾ ബാക്ക് ഓർ അബോട്ട്. എൻഡ് ട്രാൻസാക്ഷൻ മീൻസ് ഈ ട്രാൻസാക്ഷൻ്റെ റീഡ് റൈറ്റ് ഓപ്പറേഷനൊക്കെ കംപ്ലീറ്റ് ആയോ എൻഡ് ആയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എൻഡ് ട്രാൻസാക്ഷൻ. ഈ ഒരു സ്റ്റേജ് ഒരു ടെമ്പററി സ്റ്റേജാണ്, അതായത് ഡിസ്കിലേക്ക് പെർമനൻ്റ്ലി റൈറ്റ് ചെയ്യുന്ന സ്റ്റേജ് അല്ല ഇത് റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് മാത്രം. ഫസ്റ്റ് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് റൈറ്റ് ചെയ്തു, രണ്ടാമത്തെ ഓപ്പറേഷൻ റൈറ്റ് ചെയ്തു, ഏറ്റവും ലാസ്റ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ ആ ഒരു റൈറ്റ് പോലെയുള്ള ടെമ്പററി ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഈ ഒരു സ്റ്റേറ്റ് പറയുന്നത്. അത് ട്രാൻസാക്ഷൻ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള സ്റ്റേജാണ്, പെർമനൻ്റ് ആയിട്ട് ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യുന്ന സ്റ്റേജ് അല്ല. അതിനുശേഷം ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യുന്നത് ഈ ഒരു കമ്മിറ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് പെർമനൻ്റ് ആയിട്ട് ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യുന്നത്. അതായത് ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി, ഇനി അതിൻ്റെ എഫക്റ്റ് ഡിസ്കിൽ പെർമനൻ്റ് ആയിട്ട് വരുത്തണം. ആ ഒരു സ്റ്റേജാണ് ഈ കമ്മിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. ദെൻ ഈ ട്രാൻസാക്ഷൻ്റെ അകത്ത് ഉണ്ടാവുന്ന മറ്റൊരു സ്റ്റേജാണ് റോൾ ബാക്ക് ഓർ അബോട്ട് സ്റ്റേജ്. ഇത് ഒരു ട്രാൻസാക്ഷൻ അൺസക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുന്ന സ്റ്റേജാണ് ഈ റോൾ ബാക്ക് അല്ലെങ്കിൽ അബോട്ട് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇറേഴ്സ് ഉണ്ടാവാം, ലൈക്ക് സിസ്റ്റം ഇറേഴ്സ് ആവാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇറേഴ്സ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവാതെ അബോട്ടായി പോകും. അങ്ങനെയുള്ള സ്റ്റേജിനെയാണ് റോൾ ബാക്ക് സ്റ്റേജ് എന്ന് പറയാം. സോ ഇവിടെ ട്രാൻസാക്ഷൻ അൺസക്സസ്ഫുള്ളി ആയിട്ടാണ് കംപ്ലീറ്റ് ആവുന്നത്. ദെൻ അതുവരെ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടോ ആ എഫക്റ്റൊക്കെ നമുക്ക് പഴയ പോലെയാക്കി മാറ്റണം. അങ്ങനെയുള്ള സ്റ്റേജാണ് റോൾ ബാക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു ട്രാൻസാക്ഷനെ ഒരു ട്രാൻസാക്ഷൻ സ്റ്റേറ്റ് ആയി നോക്കുകയാണെങ്കിൽ നമുക്ക് 5 സ്റ്റേറ്റ് ആയിട്ടുണ്ടാവും. ആക്റ്റീവ് സ്റ്റേറ്റ്, പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ്, ഫെയിൽഡ് സ്റ്റേറ്റ്, കമ്മിറ്റഡ് സ്റ്റേറ്റ് ആൻഡ് ടെർമിനേറ്റഡ് സ്റ്റേറ്റ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ട്രാൻസാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആക്റ്റീവ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഈ ആക്റ്റീവ് സ്റ്റേറ്റിലാണ് ആക്ച്വലി റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. ഈ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ സക്സസ്ഫുള്ളി പെർഫോം ചെയ്തു, അതിനുശേഷം ട്രാൻസാക്ഷൻ എൻഡ് ചെയ്തു. ആ ട്രാൻസാക്ഷൻ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലോട്ടാണ് പോവുക. ഇത് ഒരു ടെമ്പററി സ്റ്റേറ്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റിലെത്തുമ്പോൾ ഒരിക്കലും നമ്മൾ ഡിസ്കിലേക്ക് പെർമനൻ്റ്ലി റൈറ്റ് ചെയ്യില്ല. ഇതൊരു
ഇൻ ബിറ്റ്വീനുള്ള ഒരു ടെമ്പററി സ്റ്റേറ്റ് മാത്രമാണ് ഈ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്നുള്ളത്. ഈ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിന് ശേഷവും എല്ലാം നല്ല രീതിയിൽ നടന്നു, സക്സസ്ഫുള്ളായി നടന്നു. കമ്മിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷമാണ് ഇത് കമ്മിറ്റഡ് സ്റ്റേറ്റിലോട്ട് പോവുക. ഇങ്ങനെ കമ്മിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കമ്മിറ്റഡ് സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ് ആക്ച്വലി ഈ ട്രാൻസാക്ഷൻ്റെ എഫക്ട്സിനെ മൊത്തം ഡിസ്കിലോട്ട് പെർമനൻ്റ്ലി നമ്മൾ റൈറ്റ് ചെയ്യുക. ഇങ്ങനെ ഡിസ്കിലോട്ട് പെർമനൻ്റ്ലി റൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ദെൻ അത് ടെർമിനേറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, ദെൻ ഇനി ആക്റ്റീവ് സ്റ്റേറ്റിലാവുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടെങ്കിൽ അത് നേരെ അബോട്ട് ചെയ്യും, നേരെ ഫെയിൽഡ് സ്റ്റേറ്റിലോട്ട് പോകും. അതായത് ചില ട്രാൻസാക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു നെറ്റ്വർക്ക് എറർ ഉണ്ടാവാം, അല്ലെങ്കിൽ സിസ്റ്റം ക്രാഷ് പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. അങ്ങനെയുള്ള എന്തൊക്കെയാണ് എറർ എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അങ്ങനെയുള്ള പല എറേഴ്സ് ഉണ്ടാവും. ആ എറേഴ്സ് കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു ഓപ്പറേഷൻ ഫെയിലായി പോവാം. ദെൻ അത് ഫെയിൽഡ് സ്റ്റേറ്റിലെത്തും. മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു ATM പോയിട്ട് ഒരു പൈസ വിഡ്രോ ചെയ്യാൻ നോക്കുകയാണ്. വിഡ്രോ ചെയ്യുന്നത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ 500 റുപ്പീസേ ഉള്ളൂ, ബട്ട് ഞാൻ വിഡ്രോ ചെയ്യാൻ നോക്കുന്നത് 1000 റുപ്പീസാണ്. സോ അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു എറർ ഉണ്ടായി. ആ കേസിലൊക്കെ ഈ ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് നേരെ ഇത് ഫെയിൽഡ് സ്റ്റേറ്റിലോട്ടാണ് ട്രാൻസാക്ഷൻ പോവുക. ദെൻ അത് ഫെയിൽഡ് സ്റ്റേറ്റിൽ നിന്ന് നേരെ ടെർമിനേറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. പിന്നെ എബോട്ട് ഉണ്ടാവാനുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിൽ വെച്ചിട്ടാണ്. റീഡ് റൈറ്റ് ഓപ്പറേഷനൊക്കെ സക്സസ്ഫുള്ളി എൻഡ് ചെയ്തു. ബട്ട് ഈ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് കമ്മിറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വേണമെങ്കിൽ ഉണ്ടാവാം. ലൈക്ക് സിസ്റ്റം എറർ, നെറ്റ്വർക്ക് എറർ, അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ടാവാം. ആ സിറ്റുവേഷൻ്റെ കേസിലും ഈ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് നേരെ ഇത് ഫെയിൽഡ് സ്റ്റേറ്റിലോട്ട് വരുന്നു. ഈ ഫെയിൽഡ് സ്റ്റേറ്റിൽ നിന്നാണ് പിന്നീട് ഇത് ടെർമിനേറ്റഡ് സ്റ്റേറ്റിലോട്ട് പോവുക. ഈ രണ്ട് കേസിലും അബോട്ട് നടക്കുന്ന രണ്ട് കേസിലും ഫെയിൽഡ് സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ ഇതുവരെ നടന്ന എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് ഉണ്ടെങ്കിൽ ആ എഫക്റ്റിനെ മൊത്തം നമ്മൾ റോൾ ബാക്ക് ചെയ്യണം. ഓക്കെ, സോ ഇത്രയാണ് ട്രാൻസാക്ഷൻ്റെ സ്റ്റേറ്റ്സ്. ഈ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ റീഡ് റൈറ്റ് ഓപ്പറേഷൻ, ഒരു സാധനം നമ്മൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തു, അത് പർച്ചേസ് ചെയ്തു, ബാങ്കിങ്ങിലേക്ക് പോയി, പൈസ ട്രാൻസ്ഫർ ചെയ്ത് ആ സ്റ്റേജിൽ നമുക്ക് എറർ സംഭവിക്കാം. ഈവൻ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോലും മെർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് എത്തുന്നില്ലെങ്കിൽ പോലും നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ പോയിട്ടുണ്ടാവും. സോ ആ കേസിലൊക്കെ അതൊരു ഫെയിൽഡ് സ്റ്റേറ്റിലോട്ടാണ് പോകുന്നത്. പക്ഷേ ഇത് റിക്കവറി മാനേജർ ഇതിനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ റിക്കവറി മാനേജർ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് വെക്കും. അങ്ങനെ ഒരു മോണിറ്റർ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്, ബട്ട് മർച്ചൻ്റ് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കി 1-2 ദിവസത്തിനുള്ളിൽ വീണ്ടും ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നത്. സോ ഇത്രയുമാണ് സ്റ്റേറ്റ്സ്. ആക്റ്റീവ് സ്റ്റേറ്റ്, അവിടെ നിന്നാണ് റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. ദെൻ അവിടുന്ന് ഓക്കെ ആണെങ്കിൽ കമ്മിറ്റ് നടന്നതിന് ശേഷം കമ്മിറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഫൈനലി ടെർമിനേറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ഈ ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് ഡയറക്റ്റ് അബോട്ട് സംഭവിക്കാം, അങ്ങനെയാണെങ്കിൽ ഫെയിൽഡ് സ്റ്റേറ്റിലോട്ട് എത്തും. ഈവൻ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഒരു അബോട്ട് സംഭവിക്കാം, ഫെയിൽഡ് സ്റ്റേറ്റിലെത്തും, എന്നിട്ടത് ടെർമിനേറ്റ് ചെയ്യും. ഈ രണ്ട് കേസിലും, എസ്പെഷ്യലി ഈ ഒരു കേസിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തോ അത് മൊത്തം റോൾ ബാക്ക് ചെയ്യണം. ഇത്രയുമാണ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്സ്. നെക്സ്റ്റ്, എന്താണ് റിക്കവറി? ഈ റിക്കവറിയുടെ ആവശ്യം എന്താണ്? സോ ഓൾറെഡി പറഞ്ഞു എന്താണ് റിക്കവറി എന്നുള്ളത്. ട്രാൻസാക്ഷനകത്ത് ഇങ്ങനെയുള്ള ഫെയിലിയർ ഉണ്ട് എങ്കിൽ ആ ഫെയിലിയറിനൊക്കെ ഓരോ സ്റ്റേറ്റിലും ഒരു റിക്കവറി മാനേജർ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ ആ ഇഷ്യൂസിനെ ഒക്കെ മോണിറ്റർ ചെയ്ത് സോൾവ് ചെയ്യുന്നത് ഈ ഒരു റിക്കവറി മാനേജറാണ്. സോ സിസ്റ്റം ഒരു DBMSൻ്റെ അകത്ത് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് പിന്നെ ആ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസിബിളാണ് എന്ത്? ഒന്നുകിൽ ഈ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവണം, അതിൻ്റെ എഫക്റ്റ് മൊത്തം പെർമനൻ്റ്ലി ഡാറ്റാബേസിൽ റൈറ്റ് ചെയ്യണം. അല്ല എങ്കിൽ ആ ട്രാൻസാക്ഷൻ ഫെയിലായിരിക്കും. ആ കേസിൽ ഇതുവരെ എന്ത് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടോ അതിൻ്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എങ്ങനെയാണോ അതേ അവസ്ഥയിൽ തന്നെയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഈ രണ്ട് കാര്യം ഉറപ്പിക്കുക എന്നുള്ളത് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസിബിളാണ്, അല്ലെങ്കിൽ റിക്കവറി മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുള്ളി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കേസിൽ ട്രാൻസാക്ഷൻ അബോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ അബോട്ട് ചെയ്ത കേസിൽ എന്തൊക്കെ ഓപ്പറേഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തോ അത് മൊത്തം അൺഡൺ ചെയ്യണം. സ്റ്റാർട്ടിങ് എങ്ങനെയാണുള്ളത് അതേ ഒരു എഫക്റ്റ് തന്നെയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ പെർഫോം ചെയ്യുന്നത് റിക്കവറി പർപ്പസ് അല്ലെ റിക്കവറി മാനേജർ എന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഈ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. ഇതാണ് റിക്കവറിയുടെ ആവശ്യം. ഇനി എന്തൊക്കെ എറേഴ്സ് ഉണ്ടാവാം ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത്? എന്തൊക്കെ എറേഴ്സ് കൊണ്ട് ട്രാൻസാക്ഷൻ ഫെയിലിയർ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു അബോട്ട് സംഭവിക്കാം? ഡിഫറെൻറ്റ് ടൈപ്പ് എറേഴ്സ് ഉണ്ട്. ഒന്ന്
കമ്പ്യൂട്ടർ ഫെയിലിയർ അല്ലെങ്കിൽ സിസ്റ്റം ക്രാഷ് ആവാം, ട്രാൻസാക്ഷൻ ഓർ സിസ്റ്റം ഇറർ ആവാം, ലോക്കൽ ഇറർ ഓർ എക്സെപ്ഷൻ കണ്ടീഷൻസ് ഡിറ്റക്റ്റഡ് ബൈ ദ ട്രാൻസാക്ഷൻ ആവാം, കൺകറൻസി കൺട്രോൾ എൻഫോഴ്സ്മെൻ്റ് ആവാം, ഡിസ്ക് ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോബ്ലംസ് ആൻഡ് കാറ്റസ്ട്രോഫീസ് ആവാം. സോ ഫസ്റ്റ് കമ്പ്യൂട്ടർ ഫെയിലിയർ ഓർ സിസ്റ്റം ക്രാഷ്. ഇത് നമുക്കറിയാം എന്താണ് സിസ്റ്റം ക്രാഷ് എന്നുള്ളത്. ഒരു ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇറർ കാരണം കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ക്രാഷിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഫെയിലിയർ എന്ന് പറയുക. ഹാർഡ്വെയർ ക്രാഷ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ ഹാർഡ്വെയർ ക്രാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലോസ് ആയി പോകും. അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഫെയിലിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ്, ട്രാൻസാക്ഷൻ ഓർ സിസ്റ്റം ഇറർ. ഓപ്പറേഷൻ ഇൻ ദ ട്രാൻസാക്ഷൻ മേ കോസ് ഇൻ ടു ഫെയിൽ. അതായത് ട്രാൻസാക്ഷൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഓപ്പറേഷൻ ആ ഒരു മൊത്തം ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവാം. ലൈക്ക് ഒരു ഇൻറ്റിജർ ഓവർഫ്ലോ അല്ലെങ്കിൽ ഡിവിഷൻ ബൈ സീറോ, ഇങ്ങനത്തെ പല ഓപ്പറേഷൻസും ട്രാൻസാക്ഷൻ്റെ ഉള്ളിൽ വരാം. അങ്ങനത്തെ ഓപ്പറേഷൻ കാരണം ട്രാൻസാക്ഷൻ ഫെയിലിയർ ആയി പോവാം. അങ്ങനെയുള്ളതിനെയാണ് ട്രാൻസാക്ഷൻ ഓർ സിസ്റ്റം ഇറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഈ ഇറർ ആയിട്ടുള്ള പാരാമീറ്റർ വാല്യൂ ഒക്കെ ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനത്തെ റീസൺസ് ഒക്കെ കൊണ്ടുണ്ടാകുന്ന ട്രാൻസാക്ഷൻ ഫെയിലിയേഴ്സിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ലോക്കൽ എറേഴ്സ് ഓർ എക്സെപ്ഷൻ കണ്ടീഷൻസ് ഡിറ്റക്റ്റഡ് ബൈ ദ ട്രാൻസാക്ഷൻ. അതായത് ചില കണ്ടീഷൻ, ചില സിറ്റുവേഷൻസ് ട്രാൻസാക്ഷൻ ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. അതായത് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റ ചിലപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ആ ഒരു കേസിൽ ട്രാൻസാക്ഷൻ ഫെയിലിയർ ആവാം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ATM നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ വേണ്ടി പോകുന്നു. എൻ്റെ അക്കൗണ്ടിൽ 500 റുപ്പീസേ ഉള്ളൂ, ബട്ട് ഞാൻ പിൻവലിക്കാൻ നോക്കുന്നത് 1000 റുപ്പീസാണ്. അപ്പം ആ ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ അക്കൗണ്ടിലില്ല. ആ ഒരു കേസൊക്കെയാണ് ഈ ലോക്കൽ ഇറർ ഓർ എക്സെപ്ഷൻ കണ്ടീഷൻ ഡിറ്റക്റ്റഡ് ബൈ ദ ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കൺകറൻസി കൺട്രോൾ എൻഫോഴ്സ്മെൻറ്റ്. കൺകറൻസി കൺട്രോൾ എന്താണെന്ന് അറിയാം. കൺകറൻ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് ഒരു ഒബ്ജക്റ്റിൽ, ഒരു അക്കൗണ്ടിൽ, ഒരു ഡാറ്റാബേസിൽ നടക്കുന്ന സമയത്ത് അതിനെ കൺട്രോൾഡ് ഓപ്പറേഷൻ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ധാരാളം എറർ ഉണ്ടാവും എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. സോ ഈ ഒരു കൺകറൻസി കൺട്രോളിനെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ചില ട്രാൻസാക്ഷൻ നമുക്ക് അബോർട്ട് ചെയ്യേണ്ടി വരും. കാരണം ആ ഒരു ട്രാൻസാക്ഷൻ ആ ഒരു സമയത്ത് നടക്കുകയാണെങ്കിൽ നമുക്ക് കൺകറൻസി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ഒരു കേസിൽ ഫോഴ്സ്ഫുള്ളി ആ ഒരു ട്രാൻസാക്ഷനെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു സിറ്റുവേഷനാണ് കൺകറൻസി കൺട്രോൾ എൻഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് മീൻസ് ആ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് സീരിയലൈസബിലിറ്റി വയലേറ്റ് ചെയ്യും. എന്താ സീരിയലൈസബിലിറ്റി മീൻസ്? സീരിയൽ എക്സിക്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അങ്ങനെ സീരിയലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഇറർ ഉണ്ടാവില്ല. സോ കൺകറൻ്റ് ആയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ പോലും സീരിയൽ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പ്രോബ്ലം ഒന്നും ഇല്ലാതെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഈ സീരിയലൈസബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഇങ്ങനെ കൺകറൻ്റായിട്ട് സീരിയലൈസബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിൽ ആ ഒരു ട്രാൻസാക്ഷൻ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടാക്കും. അങ്ങനത്തെ ട്രാൻസാക്ഷൻ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഷട്ട് ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഫെയിലിയറിനെയാണ് കൺകറൻസി കൺട്രോൾ എൻഫോഴ്സ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഡിസ്ക് ഫെയിലിയർ. ഡിസ്ക് ഫെയിലിയർ എന്തെങ്കിലും ഒരു മാൽ ഫംഗ്ഷൻ കാരണം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സിസ്റ്റത്തിൻ്റെ ഡിസ്ക് ബ്ലോക്ക് ഫെയിലിയർ ആവാം. അങ്ങനെയുള്ള ഫെയിലിയറും ആ ട്രാൻസാക്ഷനെ മൊത്തത്തിൽ ഫെയിലിയർ ആക്കും. അങ്ങനെയുള്ള എററിനെയാണ് ഡിസ്ക് ഫെയിലിയർ എന്ന് പറയുന്നത്. ഫൈനൽ, ഫിസിക്കൽ പ്രോബ്ലംസ് ആൻഡ് കാറ്റസ്ട്രോഫീസ്. അത് നമുക്ക് എന്താണെന്ന് അറിയാം. അതായത് പവർ ഫെയിലിയർ, അല്ലെങ്കിൽ ഫയർ, ത്രഫ്റ്റ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും. ഇങ്ങനെയുള്ള ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള പ്രോബ്ലം കാരണം സിസ്റ്റത്തിനും നെറ്റ്വർക്കിനും ഒക്കെ ഇഷ്യൂസ് ഉണ്ടാവാം. അങ്ങനെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള എററിനെയാണ് നമ്മൾ ഫിസിക്കൽ പ്രോബ്ലം ഓർ കാറ്റസ്ട്രോഫീസ് പ്രോബ്ലത്തിൻ്റെ കേസിൽ വരുന്നത്. ഇത്രയുമാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എറർ അല്ലെങ്കിൽ ഫെയിലിയർ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് എന്താണ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്സ്, ട്രാൻസാക്ഷൻ എപ്പോഴും ആറ്റോമിക് യൂണിറ്റ് ആവണം, ഒരു റിക്കവറി മാനേജർ ഉണ്ടാവും, എന്തെങ്കിലും ഇഷ്യൂസ് ഒന്നുകിൽ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നടക്കണം, അല്ലെങ്കിൽ ഒന്നും നടക്കാൻ പാടില്ല. സോ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്കവറി മാനേജർ ഉണ്ടാവും. ഈ റിക്കവറി മാനേജറിൻ്റെ ഡ്യൂട്ടിയാണ് ഇതിൻ്റെ ഓരോ സ്റ്റേറ്റും ക്ലോസ്ലി മോണിറ്റർ ചെയ്യുക. എവിടെയാണ് ഇഷ്യൂ ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒന്നുകിൽ അതിനെ റോൾ ബാക്ക് ചെയ്യാനുള്ള മെക്കാനിസംസ്, ഓപ്പറേഷൻസ് സ്വീകരിക്കുക എന്നുള്ളത്. സോ പല
സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസ് റിക്കവറി മാനേജർ മോണിറ്റർ ചെയ്യും. ഒന്ന്, ട്രാൻസാക്ഷൻ ബിഗിൻ ചെയ്യുന്നത്, റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ എൻഡ് ചെയ്യുന്നത്. ഇതൊരു ടെമ്പററി അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ആണ്. ദെൻ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റിലാണ് ആക്ച്വലി ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അത് പെർമനൻറ്റ് ഡിസ്കിലോട്ട് റൈറ്റ് ചെയ്യുന്നത്. ദെൻ ഒരു എബോട്ട് അല്ലെങ്കിൽ റോൾ ബാക്ക് ഉണ്ടാവുന്ന സ്റ്റേറ്റ് മീൻസ് അൺസക്സസ്ഫുള്ളി ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ മീൻസ് ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിലുള്ള സ്റ്റേറ്റ് ആണിത്. സോ ഇതിനൊരു ഡയഗ്രമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ആക്റ്റീവ് സ്റ്റേറ്റ് റീഡ് റൈറ്റ് ഓപ്പറേഷനൊക്കെ ഇവിടുന്ന് പെർഫോം ചെയ്യുന്നു. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പാർഷ്യലി കമ്മിറ്റഡ് എന്ന് പറയുന്ന ടെമ്പററി സ്റ്റേറ്റിലോട്ട് പോകുന്നു. കമ്മിറ്റ് ഓപ്പറേഷന് ശേഷം കമ്മിറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നു, ടെർമിനേറ്റ് ചെയ്യുന്നു. ആക്റ്റീവ് സ്റ്റേറ്റ് ഡയറക്റ്റ് ആയിട്ട് ഒരു അബോട്ട് ഉണ്ടാവാം. പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിൻ്റെ അകത്തും എന്തെങ്കിലും ഇഷ്യൂസ് കാരണം അബോട്ട് ഉണ്ടാവാം. ഫീൽഡ് സ്റ്റേറ്റിലോട്ട് എത്തുന്നു ആൻഡ് ഫൈനലി ടെർമിനേറ്റ് ചെയ്യുന്നു. ദെൻ എന്താണ് റിക്കവറിയുടെ ആവശ്യം? ഇങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിക്കവറി ഉണ്ടാവും, റിക്കവറി മാനേജർ ഉണ്ടാവും. ഒന്നുകിൽ കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതിരിക്കുക എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് റിക്കവറി ചെയ്യുന്നത്. സോ എന്തൊക്കെ ടൈപ്പ് എറേഴ്സ് ഉണ്ടാവും? കമ്പ്യൂട്ടർ ഫെയിലിയർ, ട്രാൻസാക്ഷണൽ സിസ്റ്റം എറർ, ലോക്കൽ എറർ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് 6 എറേഴ്സ് നമുക്കുണ്ടാവും. സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.